നീ എന്നെ പിടിച്ചു വലിക്കുമ്പം ശക്തിയായിട്ട് പിടിച്ചു വലിക്കണം, എന്നാലേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എന്നോട് 2 പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോഴും എനിക്കിത് എങ്ങനെ ഇവനെ പിടിച്ചൊക്കെ വലിക്കുക എന്ന് വെച്ചാൽ ഞാൻ ചേട്ടൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ ഭരിക്കലും ചേട്ടൻ എന്നെ എടുത്ത് ഒറ്റയൊരേറെ ഞാനിങ്ങനെ ഒന്നും വീണു. ചാരി കസാരയിൽ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കണു. അപ്പം ഞാൻ വെച്ചു ചേട്ടൻ എന്തിന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ചേട്ടനാണ് ചേച്ചി ഭർത്താവായിട്ട്. ഞാൻ അയ്യോ ഞാൻ എന്തായാലും ഇല്ല അങ്ങോട്ട്, ഞാനിങ്ങനെ നുണ പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല, വേഗം ചെല്ലി ചേച്ചി വേഗം റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഫുൾ ആൾക്കാർ അറിഞ്ഞു ഞാൻ നുണ പറഞ്ഞ് പോയി. ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതുപോലെ നുണ പറഞ്ഞ് പോകരുത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം, കാര്യം പറയണം, ഇതുപോലെയാണോ പറഞ്ഞു പോകണത്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ലേ? ഒരു 10. അപ്പോൾ നിങ്ങൾ തമ്മിൽ കെമിസ്ട്രി എങ്ങനെ? പുള്ളി വരുമ്പോൾ പേടിയാണോ, എന്താണ് തോന്നുന്നത്? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി. ഓരോന്നും എങ്ങനെ ഞാൻ ചോദിക്കും, പക്ഷെ ചേട്ടന് നമുക്ക് ചോദിക്കുന്നതല്ലല്ലോ ചേട്ടൻ ചെയ്യാം, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ചെയ്യും. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് ആ സമയത്ത് എന്താ തോന്നുന്നത് ഞാനത് ഭീഷ്മമാധവനിലല്ലേ, ഭീഷ്മമാധവന് മുമ്പേ ശരിക്കും പറഞ്ഞാൽ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു, ഭാര്യയായിട്ടല്ല, സീനിലുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗോപി സാറിൻ്റെ, ഭരത് ഗോപി സാറിൻ്റെ പടം എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ. അതിൽ ഞാൻ വാണി വിശ്വനാഥിൻ്റെ അമ്മയായിട്ടാണ് ആദ്യ അമ്മ വേഷം, വാണിയുടെ അമ്മയായിട്ടാണ് ചെയ്തത്. ആ വേഷത്തിൽ അന്ന് അമ്പിളിച്ചേട്ടനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ ഭീഷ്മമാധവൻ ചെയ്തത്. അപ്പം ഞാൻ അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പം ആദ്യത്തെ സീൻ തന്നെ അമ്പിളിച്ചേട്ടൻ സ്റ്റെപ്പ് കയറി പോകുന്ന ഓർമ്മയുണ്ടോ? കാവ്യ മുകളിലത്തെ റൂമിൽ കിടന്ന് അവിടെ ദിലീപ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അമ്പിളിച്ചേട്ടൻ കയറി പോകും വീട് പൂട്ടിയിടാനായിട്ട്. ആ കയറി പോകുമ്പോൾ ഞാൻ പിടിച്ചു വലിക്കും, ഇങ്ങോട്ട് വാ മനുഷ്യ നിങ്ങൾ എന്താ കാണിക്കുന്നത്, ആ പിടിച്ചു വലിക്കുന്നത്. അപ്പം എനിക്ക് എങ്ങനെ അമ്പിളിച്ചേട്ടനെ പിടിച്ചു വലിക്കാൻ പാടുണ്ടോ എന്നറിയില്ല. ഞാൻ പതുക്കെ ഇങ്ങനെ ചേട്ടൻ നീ എന്നെ പിടിച്ചു വലിക്കുമ്പം ശക്തിയായിട്ട് പിടിച്ചു വലിക്കണം, എന്നാലേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എന്നോട് 2 പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. അതിന് ലാലു വന്നിട്ട് പറഞ്ഞു അതിങ്ങനെ പിടിച്ച് വലിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കിത് എങ്ങനെ ഇവനെ പിടിച്ചൊക്കെ വലിക്കുക എന്ന് വെച്ചാൽ ഞാൻ ചേട്ടൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ ഭരിക്കലും ചേട്ടൻ എന്നെ എടുത്ത് ഒറ്റയൊരേറെ ഞാനിങ്ങനെ ഒന്നും വീണു. അതുകൊണ്ട് ആ സീൻ നന്നായി. എന്നിട്ട് എന്നോട് അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ അത് ഞാനിങ്ങനെ ചെയ്യും അതുപോലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന കാര്യമില്ല. പിന്നെ ആ സിനിമ ഇങ്ങനെ ഒരുമാതിരി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നോട് പറഞ്ഞു തരും എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ചങ്ങാതിപ്പൂച്ചയിൽ ഞാൻ ചോദിച്ചു ചേട്ടാ ഇനി എന്താ ചെയ്യാൻ പോണത്, ഞാൻ അതെനിക്കറിയില്ല, ഞാൻ ചെയ്യും, അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പ്രതികരിക്കുക, മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ്. അപ്പം നമ്മളിങ്ങനെ നോക്കിയൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, കാരണം ചെറിയ ടെൻഷനും ഉണ്ട്. ആ ചങ്ങാതിപ്പൂച്ചയിൽ ഒരു മുറ്റത്തേക്ക് പോണ ഒരു സീനുണ്ട്. അപ്പം ഞാൻ ഒന്നുമില്ല അവിടെ കാണിക്കാൻ. ഞാൻ ചേട്ടൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോണ പോക്കിൽ അവിടെ കുഞ്ഞു മണി കിടപ്പുണ്ട്, ആ മണിയിൽ തലയടിച്ചിട്ട് ഓ എന്ന് പറഞ്ഞൊരു ഒച്ച ഉണ്ടാക്കി. അപ്പം ഞാൻ എന്തിത്, എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അത് കാണിച്ചു നന്നായി, ഇല്ലെങ്കിൽ എൻ്റെ മൊത്തം പോയേന്. അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. സൊലെ ചെയ്യുമ്പോൾ ഒക്കെ ചേട്ടൻ കയ്യിൽ നിന്ന് കുറേ ഇടുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ കരുതിയിരിക്കും. ലാസ്റ്റ് നമ്മൾ പറുദീസ എന്ന് പറഞ്ഞിട്ടൊരു പടമായിരുന്നു ചെയ്ത്. അവിടെ നിന്നാണ് ഈ പാൻറ്റൊക്കെ ചേട്ടൻ പോയി. ഞാൻ ചേട്ടൻ എന്തോ ഈ ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇനി അടുത്ത പടം എനിക്കുണ്ടെന്ന്. അങ്ങനെ പോയിട്ട് ആക്സിഡന്റിന് മുന്നേ ഞങ്ങൾ ചെയ്ത പടമാണ് പറുദീസ. അപ്പം എന്നോട് പറഞ്ഞിരുന്നു ഇനി നമുക്ക് കോമഡിയൊക്കെ ചെയ്യാം. അതിൽ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റും ചേട്ടൻ്റെ ഭർത്താവായിട്ടാണ്. അപ്പം ഞങ്ങൾ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇനി നമുക്ക് പതുക്കെ കോമഡിയൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റുന്ന തോന്നുന്നു, നോക്കാം ഇങ്ങനെയൊക്കെ പറയായിരുന്നു എന്നോട്. അപ്പം ആശയം ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അതിനുശേഷം പോയി നേരിട്ട് ഞാൻ കണ്ടു, കുറേ പ്രാവശ്യം പോയി കണ്ടു. പിന്നെ അതിനുശേഷം ഒരു പടം ചെയ്തു, ചേട്ടൻ വീൽചെയറിൽ ഇരിക്കുന്ന ഒരു പടം ഞാൻ ചേട്ടൻ്റെ പെങ്ങളായിട്ടൊരു പടം ചെയ്തിരുന്നു, റിലീസായിട്ടില്ല. ഈ ജഗതി ചേട്ടൻ ഒരു പണി തന്ന സ്റ്റോറി ഉണ്ട്, റെപ്കോ വിളിച്ചിട്ടുണ്ട്, അതൊന്ന് പറയേ കേക്കട്ടെ. അത് ഞാൻ കുറെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രേക്ഷകരായിട്ട്. അതെന്താന്ന് വെച്ചാല് അത് ഏത് സിനിമ ലൊക്കേഷനിലാണ്? ഞങ്ങള് ഭദ്രസാറിന്റെ പടം ഭദ്രസാറിന്റെ അല്ല ഇരുവട്ടം മണവാട്ടി പടം ചെയ്യുന്ന സമയത്ത്, കുഞ്ചാക്കോന്റെ പടത്തിൽ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നുമില്ല, അപ്പം അഡ്വാൻസ് ഒക്കെ നേരത്തെ വാങ്ങി വയ്ക്കുമ്പോൾ ഈ പരസ്യത്തിൻ്റെ കുറേ പരസ്യം ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ. അപ്പം ഞാൻ അതിന് വേണ്ടി വാങ്ങി വെച്ചാൽ എനിക്ക് ഷൂട്ടില്ല, ആ ആഴ്ച എനിക്ക് 3 ദിവസം ഷൂട്ടുള്ളൂ, അപ്പം ബാക്കി ഷൂട്ടില്ല. അപ്പം എനിക്ക് സുഖമായിട്ട് ചെയ്യാമല്ലോ. അപ്പം ഞാൻ അഡ്വാൻസ് ഒക്കെ വാങ്ങി വെച്ചു, എറണാകുളത്ത് വെച്ച് ഷൂട്ട് ഓക്കെ എല്ലാം റെഡിയായി. അപ്പം പിറ്റേ ദിവസം എനിക്ക് പോകണം, അവിടെ നിന്ന് പോരാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയിട്ട് പറഞ്ഞു എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വിടത്തില്ല, പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ പോകുക എന്നുള്ള ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു നുണ പറയാമെന്ന് ഞങ്ങൾ കുറച്ച് പേര് കൂടെ പറഞ്ഞു, എന്നാൽ നീ ഒരു നുണ പറ, നിൻ്റെ ആരെങ്കിലും മരിച്ചു പോയാൽ. ഞാൻ എൻ്റെ അമ്മൂമ്മ മരിച്ചു, അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്ന് പറ. അങ്ങനെ ഞാൻ പോയിട്ട് പറഞ്ഞു എൻ്റെ അമ്മൂമ്മ സുഖമില്ലാണ്ടിരിക്കുക, എനിക്ക് അമ്മൂമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് എന്നെ ഒന്ന് കാണണമെന്ന്, എന്നെ വിടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പം അമ്പിളിച്ചേട്ടൻ പറഞ്ഞു നാളെ ഞാനില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, പിന്നെ ഇവർക്ക് പോകണമെങ്കിൽ പോയിട്ട് വരട്ടെ ഇവർ, കാരണം ഇവരുടെ അമ്മൂമ്മ എന്ത് പറ്റിയെന്ന് പറഞ്ഞ അമ്മ
അവസാനമായിട്ട് കാണണമെന്നോ എന്തൊക്കെയോ ആണല്ലോ. ഞാൻ ആ ചേട്ടാ അവസാനമായിട്ട് കാണണം, എന്നെ വളർത്തിയതൊക്കെ എൻ്റെ അമ്മൂമ്മയാണ്, എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് പോകും. പോരുമ്പോൾ എന്നോട് പ്രൊഡക്ഷൻ കൺട്രോൾ പ്രത്യേകം പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ എത്ര. ഞാൻ രാവിലെ ഞാൻ 6 മണിക്കാണ് ഇവിടെ ഷൂട്ടിനുണ്ടാവും. ഞാൻ കറക്റ്റ് സമയം ചെല്ലാറുണ്ട് കേട്ടോ എല്ലായിടത്തും. ഞാൻ എത്താന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു. ഇവിടെ വന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തുള്ളിപ്പിടിച്ച് ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പം ചാരി കസാലിൽ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കണു. അപ്പം ഞാൻ വെച്ചു ചേട്ടൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ചോദിച്ചു ദീപു അന്ന് കൺട്രോളർ ചോദിച്ചു ദീപു എന്ത് ചേട്ടൻ വന്ന് ഇവിടെ ഇരിക്കുന്നത്? ചേട്ടനാണ് ചേച്ചി ഭർത്താവായിട്ട്. ഞാൻ അയ്യോ ഞാൻ എന്തായാലും ഇല്ല അങ്ങോട്ട്. ഞാനിങ്ങനെ നുണ പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല, വേഗം ചെല്ലി ചേച്ചി വേഗം റെഡിയാവുന്നൊക്കെ പറഞ്ഞ് റെപ്കോ എന്ന് പറഞ്ഞിട്ടൊരു വെളിച്ചെണ്ണയുടെ പരസ്യമാണ്. അതൊരു മദാമയാണ് അത് ചെയ്യുന്നത്, മരുമകളായിട്ട് ചെയ്യുന്നത്. ഞാൻ ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഒരു ഭാവവും ഇല്ല, അറിഞ്ഞ ഭാവമൊന്നും കാണിക്കുന്നില്ല. ചേട്ടൻ ഇങ്ങനെ പിന്നെ ചേട്ടൻ അറിയാമായിരുന്നു ഞാനാണെന്ന്. അല്ല ഞാൻ റെഡി ആയില്ലേ? ഞാൻ റെഡിയായി, ഇത് ചെയ്യുന്നൊന്നും ചേട്ടൻ ഒരക്ഷരം ഇടുന്നില്ല. അപ്പം ഞാൻ വെച്ചു ചേട്ടൻ മറന്നുപോയി ആ കാര്യമൊക്കെ വെച്ച് ഞാൻ സന്തോഷമായിട്ട് ഇതൊക്കെ ചെയ്തു. ഞാൻ പിറ്റേ ദിവസം എന്ത് ചെയ്തു, അവിടെ ചെന്നപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടാ ഇന്നലത്തെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട കേട്ടോ. എന്ത് കാര്യം? ഞാൻ അല്ല നമ്മൾ ചേട്ടാ അങ്ങനെ പോയി. അപ്പം ഞാൻ വെച്ചു കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് അസോസിയേറ്റ് പറയാണ് അല്ല അമ്മൂമ്മ റെപ്കോ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിച്ചു എന്നൊക്കെ പറയണ കേട്ടല്ലോ. ഞാൻ പറഞ്ഞു റെപ്കോ. ഞാൻ ചേട്ടനെ നോക്കിയപ്പോൾ ചേട്ടൻ ഒന്നും ഇണ്ടാതെ നിൽക്കുക. അവിടെ ഫുൾ ആൾക്കാർ അറിഞ്ഞു ഞാൻ നുണ പറഞ്ഞു പോയി. ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതുപോലെ നുണ പറഞ്ഞു പോകരുത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം, കാര്യം പറയണം, ഇതുപോലെയാണ് പറഞ്ഞു പോകണേന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഫുൾ എന്നെ അവിടെ മൊത്തം കൊളാക്കിയത് എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അത് അവരുടെ അമ്മൂമ്മയല്ലേ, അവർക്ക് വയ്യാത്തപ്പോൾ അവർ റെപ്കോ തേച്ച് കുളിച്ചു, അതിനിപ്പോൾ ഇത് കുറ്റം പറയാനുണ്ടോ, നന്നായി കുളിപ്പിച്ചില്ല അമ്പിയെ, ഇങ്ങനെയൊക്കെ ചോദിച്ചു മൊത്തം അറിയിച്ചു വന്നു. എന്തൊക്കെ കുറെ അങ്ങനെയുള്ള കുസൃതിയൊക്കെ ഒപ്പിക്കും പുള്ളി അല്ലേ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ. എന്നിട്ട് ചിരിക്കൂല്ലോ, ചിരിക്കത്തില്ല, സീരിയസ് ആണ് ആള്, സീരിയസ് ആയിട്ട് ഇരിക്കും, പക്ഷെ നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യും. അതാണ്